പിടിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഞങ്ങൾ പറയുന്നതൊന്നുമല്ല, അത് അല്ലാഹുവിനെ അറിയൂ. നാളെ പരലോകത്ത് ചെല്ലുമ്പോഴേ അറിയൂ. അത് അല്ലാഹുവിന് വേണ്ടി പിടിക്കണം പെങ്ങള്, അത് അല്ലാഹുവിന് വേണ്ടി പിടിക്കണം ചെറുപ്പക്കാരാ. അതിന്റെ പ്രതിഫലം അല്ലാഹുവാണ് തരുന്നത്. അങ്ങനെയുള്ള പരിശുദ്ധമായ റമളാൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നു. ഇതുവരെ നിനക്ക് തിരിഞ്ഞിട്ടില്ല റമളാനിന്, ഇതുവരെ നിനക്ക് റമളാനിന്റെ മഹത്വം മനസ്സിലായിട്ടില്ല. പടച്ചവനെ, ഒരു സുന്നത്തിനൊരു ഫർളിന്റെ കൂലിയാ, ഒരു സുന്നത്തിനൊരു ഫർളിന്റെ കൂലി, ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലി. പടച്ചവനെ, നോമ്പുകാരനായ നീ ഉറങ്ങിയാലും പ്രതിഫലമാണ്, നീ ഉറങ്ങിയാലും പ്രതിഫലമാണ്, എന്ത് ചെയ്താലും നിനക്ക് പ്രതിഫലമാണ്. അതാണ് വിശുദ്ധമായ റമളാൻ. മാറ്റമില്ലല്ലോ നമുക്ക്, മാറ്റമില്ലല്ലോ നമുക്ക്. പടച്ചവനെ, നിസ്കരിച്ചാൽ, ഇന്നാരെങ്കിലും ളുഹർ നമസ്കരിച്ചാൽ റമളാൻ അല്ലാത്ത മാസങ്ങളിൽ 70 ളുഹർ നിസ്കരിച്ച പ്രതിഫലം അല്ലാഹു നിനക്ക് തരികയാ. സുന്നത്ത് നിസ്കരിച്ചാൽ റമളാൻ അല്ലാത്ത മാസത്തിൽ പടച്ചവനെ ഒരു ഫർള് നിസ്കരിച്ച പ്രതിഫലമാണ് സുന്നത്തിന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ നന്മകൾ ചെയ്യാൻ കഴിയുന്നവരാണ്. തറാവീഹ് നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് അവസരം തന്നല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തറാവീഹ് നിസ്കാരത്തിന്റെ പ്രതിഫലം ഞാൻ പറയുന്നില്ല. ആ തറാവീഹ് നിസ്കാരത്തിൽ ചെയ്യുന്ന ഒരു സുജൂദുണ്ടല്ലോ, എൻ്റെ ചെറുപ്പക്കാര് പഠിക്കണം. പള്ളിയിൽ ചെന്നിട്ട് പള്ളിയുടെ 2ാം നിലയിൽ കയറിയിരിക്കുകയാണ്, ഹൗദിന്റെ കരയിലിരിക്കുകയാണ്. പള്ളിയുടെ പരിസരത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ചെറുപ്പക്കാരോട് പ്രായമുള്ള രോഗം പിടിച്ച വാപ്പമാര് വരെ പള്ളിക്കകത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോ നിസ്കരിക്കാൻ മടിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ, ആ തറാവീഹ് നിസ്കാരത്തിലെ സുജൂദിന്റെ പ്രതിഫലം നിനക്കറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തറാവീഹ് നമസ്കാരത്തിലെ, രാത്രി നമസ്കാരത്തിലെ സുജൂദുണ്ടല്ലോ, ആ ഒരു സുജൂദിന് അല്ലാഹു തരുന്ന പ്രതിഫലം 1500 നന്മ അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 1500 നന്മയാണ്, 1500 പ്രതിഫലമാണ്. അതാ തറാവീഹ് നിസ്കരിക്കുമ്പോ ഒരു സുജൂദ് ചെയ്യുന്ന മനുഷ്യര്, അതുമാത്രമല്ല, ബനല്ലാഹു ലഹു കസുറം ഫിൽ ജന്ന, സ്വർഗത്തിലൊരു കൊട്ടാരം അല്ലാഹു തരും ചെറുപ്പക്കാരാ. പടച്ചവനെ, തറാവീഹ് നിസ്കരിക്കുമ്പോൾ, അതാ ബൈഹഖിയിലെ ഹദീസാണ്, അല്ലാഹുവേ, മഹാനായ ഇബ്നു അബ്ബദ ഇബ്നു മസ്ഊദ് തങ്ങൾ നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഒരു സുജൂദിന് 1500 പ്രതിഫലം. അല്ലാഹുവേ, ഒരു സുജൂദ് ചെയ്താ ബനല്ലാഹു ലഹു കസുറം ഫിൽ ജന്ന, സ്വർഗത്തിൽ അല്ലാഹു ഒരു വീട് തരികയാ. റമളാൻ മാസത്തിൽ തറാവീഹ് നിസ്കരിക്കുമ്പോൾ പ്രായമുള്ളവരൊക്കെ പള്ളിക്കകത്ത്, ചെറുപ്പക്കാരൊക്കെ ഇപ്പം IPL കണ്ടുകൊണ്ടിരിക്കുക. ബക്കറ്റ് എടുക്കാറായോ? പിന്നെ പോരെ, അതേ ഉള്ളു വെച്ചോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കുറച്ച് കഴിഞ്ഞിട്ടിപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം എല്ലാം കളിച്ചോണ്ടിരിക്കുക, കാലും നീട്ടിയിട്ട് ഇങ്ങനെ പള്ളിയുടെ പരിസരത്തൊക്കെ. വിത്തറിനാകുമ്പോൾ ഒരൊറ്റ ഓട്ടോ 20ാമത്തെ റക്അത്തിൽ ചാടി കയറി പള്ളി നിറയും. ഓരോ സുജൂദിനും 1500 നന്മ അല്ലാഹു എഴുതും. നിനക്ക് സ്വർഗത്തിലൊരു വീടും കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് റമളാൻ, ഇതാണ് റമളാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റഹ്മത്തിൻ്റെ 10ഉണ്ട്, മഗ്ഫിറത്തിൻ്റെ 10ഉണ്ട്. റഹ്മത്ത് നമ്മളോട് വിട പറഞ്ഞു, മഗ്ഫിറത്തിന്റെ മാസമാണ്. എന്തേ തിരിയാത്തത്? എന്തേ പെങ്ങളെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്? നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ, റമളാൻ മാസമായിട്ട് പോലും ആദരിക്കാത്തവരുണ്ടല്ലോ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രവാചകന് കിടന്നുറങ്ങുമ്പോ 2 മലക്കുകൾ വരികയാണ്, 2 മലക്കുകൾ വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് പോവുകയാണ്, പ്രവാചകനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അതാ കുന്നുപോലെ ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു കേറാൻ. നബി തങ്ങൾ പറഞ്ഞു എന്നെ കൊണ്ട് കഴിയില്ല, ഇതിന്റെ മുകളിൽ കേറാൻ വലിയ പ്രയാസമാണ്. യാ റസൂലല്ലാഹ്, ഞങ്ങൾ സഹായിക്കാൻ നബിയേ. കേറാൻ പ്രയാസകരമായ ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് നബി തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് മലക്കുകൾ കൊണ്ടുപോവുകയാ. അള്ളാന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോകുമ്പോ വല്ലാത്ത നിലവിളി കേൾക്കുകയാണ്, വല്ലാത്ത കരച്ചിൽ കേൾക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ആരാ ഈ കടന്ന് കരയുന്നതാരാ? വാനബിയേ, വാനബിയേ. അള്ളാഹുവിന്റെ പ്രവാചകനെ പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് വിളിച്ചു കൊണ്ട് ചെല്ലുകയാണ്. അള്ളാന്റെ റസൂല് പർവ്വതത്തിന്റെ മുകളിലെത്തുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു കാഴ്ച കാണുകയാ, ഒരു കാഴ്ച കാണുകയാ. ഒരു മനുഷ്യനെ കാണുകയാണ്. അവന്റെ നാവുണ്ടല്ലോ, ആ നാവിങ്ങനെ വലിച്ചെടുത്തിട്ട് ഈ കാലിന്റെ പുറകിൽ കാണുന്ന നരമ്പുണ്ടല്ലോ, ഈ മടമ്പങ്കാല്, നമ്മുടെ കാലിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന നരമ്പുണ്ടല്ലോ, ആ നരമ്പിലേക്ക് അവന്റെ നാവിങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. അല്ലാഹുവേ, അമ്പും വില്ലും വളച്ചു വെക്കുന്നത് പോലെ അവന്റെ നാവ് രണ്ടായി വലിച്ചു കീറി ആ നാവിങ്ങനെ പുറകിലൂടെ കൊണ്ടുവന്നിട്ട് ഈ കാലിന്റെ ബാക്ക് സൈഡിലെ നരമ്പിൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. പുഴുത്തു നാറുകയാണ്, കടന്ന് നിലവിളിക്കുകയാണ്. പടച്ചവനെ, വല്ലാത്തൊരവസ്ഥയിൽ കിടന്ന് നിലവിളിക്കുന്ന മനുഷ്യനെ കണ്ടപ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, മലക്കുകളെ, ഇവനാരാ? ഇവനാരാ? ഇവനെന്ത് പാപം ചെയ്തവനാണ്? ഇവനെന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ്? ഇവനെന്ത് പാപം ചെയ്തതിന്റെ പേരിലാണ് അള്ളാഹു ഇത്രയും വലിയ ശിക്ഷ കൊടുത്തിരിക്കുന്നത് എന്ന് നബി തങ്ങൾ ചോദിക്കുമ്പോ മലക്കുകൾ പറയുന്നു, യാ റസൂലല്ലാഹ്, ഇവൻ നോമ്പ് പിടിക്കാത്തവനാണ് നബിയേ. റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കാത്തവൻ അല്ലാഹു ആരോഗ്യം കൊടുത്തിട്ട്, അല്ലാഹു സർവ്വതം കൊടുത്തിട്ട് റമളാനിൽ നോമ്പ് പിടിക്കാത്ത ഒരു മനുഷ്യന് നാളെ പടച്ച റബ്ബ് കൊടുക്കുന്ന ശിക്ഷ ഇതാ. അതുകൊണ്ട് റമളാൻ മാസം വന്നിട്ടും നന്നാകാത്തവരോട് ചോദിക്കട്ടെ, മോനെ, സർവ്വ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിട്ടിരിക്കുന്ന മാസം എങ്ങനെയാടാ പള്ളിക്കകത്തിരുന്നിട്ട് മൊബൈലിലൂടെ ഗെയിം കളിക്കാൻ കഴിയുന്നത്? രണ്ടാം നിലയിൽ കയറിയിരുന്നിട്ട് സിനിമ കാണാൻ കഴിയുന്നത്? അള്ളാഹുവിന്റെ ഭവനകത്തിനകത്ത് വന്നിട്ട് പള്ളിപ്പറമ്പിൽ കയറിയിട്ട് IPL കളി കാണാൻ കഴിയുന്നത് എങ്ങനാ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നാളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിനക്ക് റമളാനിനെ തിരിഞ്ഞിട്ടില്ല പെങ്ങളെ. സാധാരണ മാസം പോലെയല്ല റമളാൻ. നിനക്ക് ഞാനൊരു ചരിത്രം പറയാ, റമളാൻ എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ. നബി തങ്ങൾ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിൽക്കുമ്പോ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനെ വലിച്ചു കൊണ്ടുവരികയാണ്. സബാനിയത്തിന്റെ മലക്കുകൾ, നരകത്തിന്റെ മലക്കുകൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ ചങ്ങലയിൽ കെട്ടിയിട്ടൊരു മനുഷ്യനെ വലിച്ചെടുച്ചു കൊണ്ടുവരികയാണ്. അവര് തല്ലുകയാണ്, അവര് കയ്യിലിരിക്കുന്ന ചങ്ങലകൾ കൊണ്ട് തല്ലുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൂടെ ഈ മനുഷ്യനെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോ ആ മനുഷ്യൻ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, അള്ളാന്റെ നബിയേ, ആരുമില്ല നബിയേ, സഹായിക്കണേ നബിയേ, രക്ഷപ്പെടുത്തണേ നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ കിടന്നുകൊണ്ട് യാചിക്കുമ്പോ കാരുണ്യത്തിന്റെ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ, ആ പ്രവാചകൻ തന്റെ ഇരു കരങ്ങളും ഉയർത്തുകയാണ്. ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകം ദുആ ചെയ്യുന്നു, അല്ലാഹ്
ഈ ചെറുപ്പക്കാരന് പുറത്തു കൊടുക്കണേ അല്ലാ, ഈ ചെറുപ്പക്കാരന് പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുമ്പോ അതാ മറുപടി വരുന്നു, നബിയേ അവന് വേണ്ടി ദുആ ചെയ്യല്ലേ, അവന് വേണ്ടി ദുആ ചെയ്യല്ലേ, സ്വീകരിക്കില്ല നബിയേ. അങ്ങവന് വേണ്ടി ദുആ ചെയ്യണ്ട, ദുആ സ്വീകരിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, പടച്ചവനെ ഇന്നെനിക്ക് ശഫാഅത്ത് ചെയ്യാൻ അർഹതയുണ്ടല്ലോ, ആർക്ക് വേണമെങ്കിലും സ്വർഗം വാങ്ങിക്കൊടുക്കാൻ കഴിയുമല്ലോ, പിന്നെ എന്തേ അല്ലാ എന്റെ ദുആ സ്വീകരിക്കാത്തത്? നബിയേ തടയുന്ന ഒരാളുണ്ട്, അങ്ങയുടെ ശഫാഅത്തിനെ പോലും തടയുന്ന ഒരാളുണ്ട്. ആരാണെന്നറിയുമോ? പരിശുദ്ധമായ റമളാൻ. റമളാൻ മാസം ഇറങ്ങി വരികയാണ്. നാളെ അല്ലാഹുവേ പരലോകത്തേക്ക് റമളാൻ മാസം കടന്നു വരികയാ. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ 2 മാസക്കാലം മുമ്പ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. 2 മാസം മുമ്പേ വിളിച്ചു പറയുകയാ, റമളാൻ വരുന്നുണ്ട്, റമളാൻ വരുന്നുണ്ട്. അങ്ങനെ കാത്തിരുന്ന റമളാൻ എന്ന് പറയുന്ന മാസം വന്നപ്പോ എല്ലാവരും എന്നെ ആദരിച്ചു നബിയേ, എല്ലാവരും എന്നെ ബഹുമാനിച്ചു നബിയേ, എനിക്ക് തരേണ്ട സ്ഥാനം തന്നു നബിയേ. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എനിക്ക് സ്ഥാനം തന്നു. നോമ്പ് പിടിച്ചു, നിസ്കരിച്ചു, ഖുർആൻ ഓതി, ദിക്റുകൾ പറഞ്ഞു, എന്നെ എല്ലാവരും ബഹുമാനിച്ചു നബിയേ. പ്രായമുള്ളവര് നോമ്പ് പിടിച്ചു, രോഗികൾ നോമ്പ് പിടിച്ചു, പാല് കുടിക്കുന്ന പടച്ചവര്, പ്രായപൂർത്തിയാകാത്ത മക്കള് പോലും ഞാൻ കടന്നു വന്നപ്പോ എന്നോടുള്ള സ്നേഹം കാരണം നോമ്പ് പിടിച്ചു നബിയേ. അമുസ്ലിമീങ്ങൾ പോലും നോമ്പ് പിടിച്ചു. റമളാൻ കടന്നു വരുമ്പോ നോമ്പ് പിടിക്കുന്ന അമുസ്ലിമീങ്ങൾ അറിയുമല്ലോ, അവര് പോലും എന്നെ ബഹുമാനിച്ചു നബിയേ, അവര് പോലും എന്നെ ആദരിച്ചു നബിയേ. ഒരു സുന്നത്തിനൊരു ഫർളിന്റെ കൂലിയാണ്, ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലിയാണ്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പേരാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ലൈലത്തുൽ ഖദർ ഉണ്ടായിരുന്നല്ലോ, റഹ്മത്ത് ഉണ്ടായിരുന്നു, മഗ്ഫിറത്ത് ഉണ്ടായിരുന്നു, നരകമോചനമുണ്ടായിരുന്നു, സ്വർഗം ചോദിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. എന്നെ എല്ലാവരും ആദരിച്ചു, എന്നെ എല്ലാവരും ബഹുമാനിച്ചു. എന്നാ ഇവനെന്നെ പരിഗണിച്ചില്ല നബിയേ, ഇവനെന്നെ കളിയാക്കി നബിയേ, ഇവരെന്നെ നിസാരമാക്കി നബിയേ. അതുകൊണ്ട് ഇവന് വേണ്ടി ദുആ ചെയ്യരുത്. റമളാൻ മാസം അല്ലാഹുവോട് പറയുന്നു, അല്ലാ നീ ആർക്ക് പുറത്തു കൊടുത്താലും ഇവന് പുറത്തു കൊടുക്കല്ലേ അല്ലാ, ഇവനോട് കരുണ കാണിക്കല്ലേ അല്ലാ. റമളാൻ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിറകണ്ണുകളോട് അല്ലാഹുവോട് പറയുമ്പോ അല്ല കൈവിടുകയാ, അല്ല കൈവിട്ടാ നബി തങ്ങളും കൈവിടുകയാ. അവസാനം നരകത്തിന്റെ അടിത്തട്ടിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ വലിച്ചെറിയുമെന്ന് നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, മോനെ ആളും തരവും നോക്കിയിട്ട് വേണം നിങ്ങളൊക്കെ കളിക്കാൻ. ഇത് റമളാനാണ്, ഇത് സാധാരണ ഒരു മാസമല്ല. ഈ റമളാനിന് ഒരാൾക്ക് സ്വർഗം വാങ്ങിച്ചു കൊടുക്കാൻ അവകാശമുണ്ട്, നരകം വാങ്ങിച്ചു കൊടുക്കാനും അവകാശമുണ്ട്. അതുകൊണ്ട് ഇത് സാക്ഷിയാണ്. ഈ റമളാൻ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ സാക്ഷി പറയുന്ന മാസമാ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, വന്നതൊക്കെ പോകട്ടെ, കഴിഞ്ഞതൊക്കെ പോകട്ടെ, ഇനിയെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തൂ. അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യൂ. ഈ മാസത്തെ ആദരിക്കൂ, ഈ മാസത്തെ ബഹുമാനിക്കൂ, ഒരുപാട് നന്മകൾ ചെയ്യൂ, ഒരുപാട് നിസ്കരിക്കൂ. എന്തെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയുമോ ഈ പുണ്യമായ റമളാനിൽ നിങ്ങൾ ചെയ്യൂ. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ സ്വർഗം കാത്തിരിക്കുന്ന ഒന്നാമത്തെ മനുഷ്യനാരാ? റമളാനിൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ.
റമളാനിൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യന് അല്ലാഹുവിന്റെ സ്വർഗ്ഗം കാത്തിരിക്കുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ, നോമ്പിന്റെ പ്രതിഫലം അല്ലാഹുവിനെ അറിയൂ. നോമ്പ് അല്ലാഹുക്കുള്ളതാണ്, നോമ്പ് അല്ലാഹുനുള്ളതാണ്. നവൈതു സൗമഗദിൻ അന്നദാഇ ഫർള് റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. നോമ്പ് അല്ലാഹുനുള്ളതാ, അല്ലാഹനാണ് നോമ്പ് പിടിക്കുന്നത്. അതുകൊണ്ട് നോമ്പിന്റെ പ്രതിഫലം അല്ലാഹുവിനാണ് അറിയുന്നത്. പക്ഷേ നമ്മൾ വയറ് മാത്രം നോമ്പ് പിടിക്കുന്നവരാ. നമ്മൾക്ക് നോമ്പില്ലടോ, നമ്മുടെ വയറിന് മാത്രമേ നോമ്പുള്ളൂ. കണ്ണിന് നോമ്പില്ല, വായിക്ക് നാവിന് നോമ്പില്ല, ചെവിക്ക് നോമ്പില്ല, കൈക്ക് നോമ്പില്ല, കാലിന് നോമ്പില്ല, ഹൃദയത്തിന് നോമ്പില്ല. പടച്ചവനെ, വെറുതെ പട്ടിണിയിരിക്കുന്നവരുണ്ട്. വെറുതെ പട്ടിണിയിരിക്കുന്നവർ അള്ളാഹുവിന് വേണ്ടിയാണ് നോമ്പ് പിടിക്കേണ്ടത്. അള്ളാഹിന് വേണ്ടി നോമ്പ് പിടിച്ച അല്ല തരും പ്രതിഫലം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ഇരിക്കുന്ന നമ്മളൊക്കെ പട്ടിണി ഇരിക്കുന്നു. എത്ര പേർക്ക് നോമ്പുണ്ട്? നോമ്പൊക്കെ എപ്പോഴേ പോയി, നോമ്പൊക്കെ എപ്പോഴേ പോയി. വരുന്ന വഴിയിൽ തന്നെ 4 പേരെ കണ്ടപ്പോൾ, കൂട്ടുകാരനെ കണ്ടപ്പോൾ ആ പ്രതിഫലം വല്ലവനും കൊടുത്തില്ലേ? മാർക്കൊന്നും വേറെ പണിയില്ല, വഴുതും വെച്ച് ചുമ്മാതെ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കുക അല്ലേ? പോയില്ലേ അല്ലേ? വരുന്ന വഴിയിൽ ആമിനായെ കണ്ടപ്പോൾ 2 പേരും കൂടെ ഇങ്ങോട്ട് വന്നപ്പോൾ ദിക്റ് പറഞ്ഞുകൊണ്ടല്ലല്ലോ വന്നേ, വല്ലവളെയും കുറ്റം പറഞ്ഞുകൊണ്ടല്ലേ വന്നേ. അതൊക്കെ എപ്പോഴേ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ നോമ്പിൻ്റെ അവസ്ഥ ഇതാ. നിങ്ങൾ നോക്കിക്കേ നമ്മുടെ അവസ്ഥ എന്താന്ന്. നമ്മൾ നോമ്പ് പിടിക്കും 6:30 വരെ, 6:40 വരെയൊക്കെ നോമ്പ്. അവസാനം പള്ളിയിൽ പോകും. പള്ളിയിൽ പോകുമ്പോൾ എല്ലാ പള്ളിയിലും ഫുഡ് വെച്ചിട്ടുണ്ട് തിന്നാൻ. നമ്മളിങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരുന്നിട്ട് 6:30 വരെ ആരെയും കുറ്റം പറയത്തില്ല, ഒന്നും പറയത്തില്ല. എന്നിട്ട് നോമ്പ് മുറിക്കാൻ തൊട്ട് 10 മിനിറ്റേ ഉള്ളൂ. അവിടെ പോയിരുന്നിട്ട് പറയും, കുറേ തണ്ണിമത്തനും ഈത്തപ്പഴവും പച്ചവെള്ളവും അല്ലാതെ ഈ കമ്മിറ്റിക്കാർക്ക് വേറൊന്നും ഇല്ലേടെ. പോയി അപ്പോഴേ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടെ 6:30 വരെയായി. രാവിലെ 5:15 മുതൽ വൈകുന്നേരം 6:30 വരെ നോമ്പ് പിടിച്ചിട്ട് ആ നോമ്പ് മുറിക്കുന്ന കുറേ ഈത്തപ്പഴവും കുറേ ഫ്രൂട്ട്സും നല്ല വേറെ വല്ല ബിരിയാണിയൊക്കെ കൊടുത്തോട്ടെ. അല്ലെങ്കിൽ ഈ കമ്മിറ്റിക്കാരങ്ങനെ, അല്ലെ അവൻ അങ്ങനെ ഇങ്ങനെ ഒരൊറ്റ കളച്ചില പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതെന്ത് നോമ്പാ? ഇതെന്ത് നോമ്പ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സൂക്ഷിക്കണം വല്ലാതെ. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത് അനസായിമൻ. ചിലർ മറ്റുള്ളവരുടെ വാർത്തയുമായിട്ട് വരും നമ്മുടെ മുമ്പിൽ. അവനെ കാണുമ്പോഴേ പറഞ്ഞേക്കണം അഊദുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ഒറ്റ വട്ടം ഓടിയേക്കണം. ചില ആൾക്കാർ പള്ളിയിലൊക്കെ ഇരിക്കും. ഇപ്പം പിന്നെ വീട്ടിലൊന്നും പോകണ്ടല്ലോ, വന്നാൽ അവിടെ തന്നെ പഠിച്ചവന് എന്തെല്ലാം ചർച്ചകളാണെന്നറിയോ പള്ളിയിലിരുന്ന്. അപ്പം ചിലരിങ്ങനെ വന്നിരുന്നിട്ട് മറ്റുള്ളവരെ കുറിച്ച് പറയും. അപ്പം നമ്മൾ ചോദിക്കും, ഉസ്താദെ ഞാൻ പറഞ്ഞൊന്നുമില്ല, കേട്ടതല്ലേ ഉള്ളൂ. കേട്ടോ നീ ഇത് ചെറിയ പാവമല്ല വാപ്പാ. എടോ, ചെറിയ പാവമല്ലത്. ഈ ഏഷണിയും പരദൂഷണവും നമ്മൾ വിചാരിക്കുന്നത് ചെറിയ പാവമാണ്. ചെറിയ പാവമൊന്നുമല്ല. നിങ്ങൾ നോക്കിക്കേ, കള്ളു കുടിച്ചാൽ അള്ള പുറത്തു തരും, വ്യഭിചരിച്ചാൽ അള്ള പുറത്തു തരും, ഈ നോമ്പ് പിടിക്കാത്തവൻ അള്ള പുറത്തു കൊടുക്കും. എന്ത് പാപം ചെയ്താലും അള്ളാഹു പുറക്കും. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ സങ്കല്പിക്കാം. ഞാൻ വല്ല കള്ളു കുടിച്ചെന്നോ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, നിങ്ങളെല്ലാവരും അറിഞ്ഞു. നിങ്ങളെന്ത് ചെയ്യും? കിട്ടിയ ഉടനെ പറ്റുന്നിടത്തൊക്കെ ഷെയർ ചെയ്യും അല്ലേ? ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നവരോടൊക്കെ പറയും. ഞാൻ കള്ളു കുടിച്ചെന്ന് സങ്കല്പിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ അറിഞ്ഞു സിറാജുദ്ദീൻ ഖാസിമി കള്ളുകുടി പണ്ടങ്ങാണ്ട് ഒരു ഉസ്താദ് ഷാള് വിട്ടുകൊണ്ട് കുപ്പി പിടിച്ചെന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് പറഞ്ഞവരുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും പറഞ്ഞ് എന്നെ നാണം കെടുത്താൻ പറ്റുന്നതിൻ്റെ മാക്സിമം നാണം കെടുത്തി നിങ്ങളൊക്കെ. ഞാൻ രാത്രി ആയപ്പോൾ ആലോചിച്ചു, പടച്ചവനെ ഞാൻ ചെയ്തത് പാവമാണല്ലോ അല്ലാ. പടച്ചവനെ, നീ എനിക്ക് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുടെ മുമ്പിൽ അങ്ങോട്ട് കരഞ്ഞുകൊണ്ട് ഞാൻ ദുആ ചെയ്തു, റബ്ബേ ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല, എനിക്ക് പുറത്തു തരണേ അല്ലാ. ഞാൻ ദുആ ചെയ്താൽ അള്ള പുറത്തു തരുമോ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ, പുറത്തു തരുമോ? ഞാൻ കള്ളു കുടിച്ചിട്ട് റബ്ബിനോട് പശ്ചാത്തപിച്ച എൻ്റെ റബ്ബെനിക്ക് പുറത്തു തരുമോ? പുറത്തു തരും. നീ എന്തോ ചെയ്യും? നിങ്ങളെന്തോ ചെയ്യും? ഞാൻ ചെയ്ത പാപം അല്ല എനിക്ക് പുറത്തു തരും. നീ ചെയ്തതോ? നീ എത്ര പേരെടുത്ത് ഇത് പറഞ്ഞു കൊടുത്തു നാണം കെടുത്തി? നീ ഹജറുൽ അസ്വദ് കെട്ടിപ്പിടിച്ചിട്ട് ദുആ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം കള്ളു കുടിച്ചാൽ അള്ളാഹ് പുറത്തു തരും. കാരണം അള്ളാഹു ഗഫൂറ, അള്ളാഹു റഹീമ. അടിമയും യജമാനനും തമ്മിൽ അങ്ങനെ. അള്ളാഹ് കരുണയുള്ളവനാ. നീ എന്ത് ചെയ്താലും അള്ളാഹ് പുറത്തു തരും. ശിർക്ക് ചെയ്താലും ചിലപ്പോൾ അള്ളാഹ് പുറത്തു തരും. പക്ഷേ സിറാജ് കരുണയുള്ളവനാണോ? ആണോ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? സിറാജ് കരുണയുള്ളവനാണോ?
നീ ഹജറുൽ അസ്വദ് പിടിച്ചിട്ട് കാര്യമില്ല, സിറാജിൻ്റെ മുമ്പിൽ തന്നെ വരണം. സിറാജെ, ഞാനും ഷെയർ ചെയ്തിട്ടുണ്ട്, പൊരുത്തപ്പെട്ട് തരണേ. ഞാൻ പൊരുത്തം തരാതെ ഒറ്റ ഒരെണ്ണവും പോകത്തില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് ഈ സ്വഭാവം, ഇതാ നാശവാത്. ഈ ഏഷണിയും പരദൂഷണവും ചുമ്മാതെ അങ്ങോട്ട് ഇരുന്നിട്ട് എന്നാ കത്തീര കത്തിക്കുന്നറിയോ? പടച്ചോൻ കല്യാണം മുടക്കികളൊക്കെ ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ? ഉണ്ടോ? പോലും മൊത്തം മലക്കുകളില്ല ജീവിക്കുന്ന, മനുഷ്യന്മാരാരുമില്ല. സുബ്ഹാനല്ലാഹ്. പറയുന്നതിനൊക്കെ എല്ലാ മലക്കുകളെ നിങ്ങളുടെ നാട്ടിൽ പടച്ചവനെങ്കിൽ രക്ഷപ്പെട്ടില്ലേ? ചിലരെങ്ങനെ അറിയാം, ഈ പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് പറഞ്ഞിട്ട് ഇവർ അവസാനം പറയുന്നൊരു വാക്കാ സഹിക്കാൻ പറ്റാത്ത, എല്ലാം പറഞ്ഞിട്ട് പറയും എന്തിനാ ആമീന വല്ലവരുടെ പച്ചയിറച്ചി ഇരുന്നേ എല്ലാം പറയാനുള്ളതൊക്കെ പറഞ്ഞ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു പയ്യൻ പെണ്ണ് കാണാൻ പോയി. പെണ്ണിൻ്റെ ഉമ്മയുടെ സഹോദരൻ ഈ പയ്യനെക്കുറിച്ച് അന്വേഷിക്കാൻ നാട്ടിൽ വന്നു. അപ്പം ആദ്യം കണ്ട കടയിൽ കയറി, ഉപ്പാ ആ പയ്യൻ എങ്ങനെയുണ്ട്? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അവനെക്കുറിച്ച് വല്ലതും പറയണം. കള്ളും കുടിച്ച് കഞ്ചാവ് അടിക്കുന്നവൻ്റെ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് വന്ന് എന്നെ എടുത്തിട്ട് അടിക്കണം. എനിക്കൊന്നും അറിയത്തില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും പോയി ചോദിക്കാൻ. എന്തൊക്കെ പറഞ്ഞു? അവൻ കള്ളു പിടിക്കും, അവൻ്റെ കൂട്ടുകാർ കഞ്ചാവ് അടിക്കും, അവൻ വീട് കയറി തല്ലുന്നവനാ. ഈ 3 കാര്യം പറഞ്ഞിട്ട് ഈ ഉപ്പ പറയുക എനിക്കൊന്നും അറിയില്ലെന്ന്. നമ്മളും അങ്ങനെ തന്നെ പറയാനുള്ളത് മുഴുവനും പറയും, എന്നിട്ട് പറയും ഒന്നും അറിയത്തില്ലെന്ന്. എൻ്റെ പൊന്നാര സഹോദര, നാവ് സൂക്ഷിക്ക്. അങ്ങനെയുള്ള സാധനങ്ങളെ കാണുമ്പോഴേ അസ്സലാമു അലൈക്കും ഓടിയേക്കണം. ഞാൻ നോമ്പുകാരനാ അന സായിമുൻ പറഞ്ഞ് രക്ഷപ്പെട്ടേക്കണം. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. അപ്പോൾ സ്വർഗം കാത്തിരിക്കുന്ന ഒന്നാമത്തെ മനുഷ്യനാരാ? ആരാ? റമളാനിൽ നോമ്പ് പിടിക്കുന്നവൻ. ആർക്ക് വേണ്ടി? അള്ളാഹിന് വേണ്ടി. അള്ളാഹു നമുക്ക് നോമ്പ് പിടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 12 മണിയായി. ഇടയ്ക്കിടയ്ക്ക് വാച്ചി നോക്കുന്നുണ്ട് ചിലർ. അള്ളാഹു ആ മനുഷ്യൻ്റെ അവസാനം നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അവസാനം അയാൾക്ക് എന്താ തിരക്കുണ്ടെന്ന് തോന്നുന്നു. പാവം ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ട്, വാച്ചിലും നോക്കുന്നുണ്ട്. അദ്ദേഹം തിരക്കുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ അവസാന സമയം നന്നാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവര്, അതാ നോമ്പ് മുറിപ്പിക്കേണ്ട മാസമല്ലേ റമളാൻ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബാ നിങ്ങൾ നോമ്പ് മുറിപ്പിക്കണേ സഹാബാ, നിങ്ങൾ നോമ്പുകാരന് നോമ്പ് മുറിപ്പിക്കണേ സഹാബാ. പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹു നിങ്ങളുടെ പാപം പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരാളെ നോമ്പ് മുറിപ്പിച്ചാൽ, ആരെങ്കിലും ഒരാളെ നോമ്പ് മുറിപ്പിച്ചാൽ അവന് ഭക്ഷണം കൊടുത്ത അള്ളാഹു തരുന്ന പ്രതിഫലം 1, അവന് മഗ്ഫിറത്തുണ്ട് സഹാബാ. അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുകയാ. ആ മനുഷ്യന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുകയാ. 2, പനല്ലാഹു ലഹു കസുറൻ ഫിൽ ജന്നാ. നബി തങ്ങൾ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം അതാ അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കും. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, വഅ്തുകും മിനന്നാർ, അവനെ അല്ലാഹു നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ നോമ്പ് മുറിക്കുമ്പോൾ അവന് ഭക്ഷണം കൊടുത്താൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം പാപം പുറത്തു കൊടുക്കും, നരകമോചനവും കൊടുക്കും. സഹാബത്ത് ചോദിച്ചു, നബിയെ ഞങ്ങൾ പാവപ്പെട്ടവരാ, ഞങ്ങൾ പാവങ്ങളാ, ഞങ്ങളെങ്ങനാ നബിയെ നോമ്പ് മുറപ്പിക്കുക? ഈ പാവപ്പെട്ടവരായ ഞങ്ങളെങ്ങനാ നോമ്പ് തുറപ്പിക്കുക? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കാരയ്ക്ക കൊടുത്തിട്ടെങ്കിലും, നിന്റെ കയ്യിൽ ഒരു കാരയ്ക്കേ ഉള്ളൂ, നീ നോമ്പ് മുറിക്കാൻ പോകുന്ന സമയത്ത് നിന്റെ കയ്യിൽ ഒരു കാരക്കയുണ്ട്, ആ കാരക്കയുടെ പകുതി എടുത്തിട്ട് കൂടെ ഇരിക്കുന്നവൻ്റെ കയ്യിൽ കൊടുത്ത് നോമ്പ് തുറപ്പിക്ക്. വെള്ളവും ജ്യൂസൊന്നും കൊടുക്കണ്ട. കിണറ്റി വെള്ളമുണ്ടോ? വീട്ടിലെ കിണറ്റി വെള്ളമുണ്ടോ? പച്ചവെള്ളമെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇത്രയും ദിവസമായല്ലോ, നിങ്ങളിൽ ആരെങ്കിലും ആർക്കെങ്കിലും ഒരാളെങ്കിലും നോമ്പ് തുറപ്പിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയേ. നീ പൈസ ഒന്നും മുടക്കണ്ട, ഒരു ഈത്തപ്പഴം കൊടുത്തിട്ട്, ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്തിട്ടെങ്കിലും നോമ്പ് തുറപ്പിച്ചോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. കൈയൊന്നും പൊക്കണ്ട, എനിക്ക് നാണം കെടാൻ വയ്യ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉണ്ടോ? ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നല്ലോ. നിൻ്റെ സ്വർണം ചോദിച്ചോ? പൈസ ചോദിച്ചോ? കിണറ്റി വെള്ളമില്ല അല്ല എന്നിട്ടില്ലേ? പച്ചവെള്ളം കൊടുത്തോ പെങ്ങളെ നീ? നമ്മൾ നോമ്പ് മുറിക്കാതിരിക്കുന്ന സമയത്ത് ബദർ യുദ്ധമാണ് നടക്കുന്നത്. ആലോചിക്കേ,
നമ്മൾ നോമ്പ് മുറിക്കാനിരിക്കുന്ന സമയത്ത് ഇന്നത്തെ നോമ്പ് തുറപ്പ് കണ്ട പണ്ടൊക്കെ റമളാൻ മാസം വരുമ്പോൾ തടി കുറയൂലേ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? കുറയൂലേ? ഇപ്പോഴോ റമളാൻ കഴിയുമ്പോൾ 5 കിലോ കൂടെ കൂടും. എടാ, റമളാൻ അല്ലാത്ത സമയങ്ങളിൽ 5 നേരം തിന്നുന്നത്. രാവിലെ ചായ എഴുന്നേറ്റ ഉടനെ, പിന്നെ നാസ്ത, ഉച്ചയ്ക്ക് ചോറ്, വൈകിട്ടൊരു ചായ, രാത്രി ഫുഡ്, 5 നേരം. ഇപ്പോഴോ സുബ്ഹാനല്ലാഹ്, നോമ്പ് മുറിക്കണ സമയത്ത് ടോക്കൺ ഇടണം ഏത് തിന്നണമെന്ന്. വാരി അങ്ങോട്ട് വെച്ചിരിക്കുക ഡിസ്ക് നിറയെ. നോമ്പ് മുറിച്ച ഉടനെ ഫ്രൂട്ട്സും കുറേ ജ്യൂസുകളും ഷെയ്ക്കും ചായയും പിന്നെന്താ പറയുക കുറേ സാധനങ്ങൾ എല്ലാം കൂടെ വാരി അങ്ങോട്ട് തിന്നും. ഏമ്പക്കവും വിട്ടിട്ട് മഗ്‌രിബ് കയറും. നിസ്കാരം കഴിഞ്ഞു വീണ്ടും അങ്ങോട്ട് വന്നിട്ട് ഒരു ഇരിപ്പ, അടുത്തത് അങ്ങോട്ട് തിന്നും. അതെല്ലാം കഴിഞ്ഞ് തറാവിക്ക് പോകും, പിന്നെയും വന്നൊരു തീറ്റി. വെളുപ്പാങ്കാലം 5:15 വരെ തിന്നാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മളങ്ങ് തിന്നും. പ്രതികാരം ചെയ്യുക. പകല് മൊത്തം പട്ടിണിയല്ലേ? പകല് മുഴുവനും പട്ടിണി ഇരുന്നതിന് പ്രതികാരം ചെയ്യുന്നത് പോലെ, വാശി തീർക്കുന്നത് പോലെ തിന്നാ നമ്മൾ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പൊന്നാര സഹോദര, പച്ചവെള്ളം കൊടുത്തോ നിങ്ങൾ ആരെങ്കിലും ഒരാൾക്ക്? അവിടെയാ ചിന്തിക്കേണ്ടത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ഇത് പറഞ്ഞു. പക്ഷേ നമ്മൾ പച്ചവെള്ളമല്ല കൊടുക്കണ്ടേ, നീ മട്ടൻ മന്തി വാങ്ങിച്ചു കൊടുക്കേണ്ടവനാ. കാരണം അത്രയും സമ്പത്ത് അല്ലാഹു നിനക്ക് തന്നിട്ടുണ്ട്, നിനക്ക് അല്ലാഹു വാരിക്കോരി തന്നിട്ടുണ്ട്. അപ്പം നബി തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരു മനുഷ്യന് വയറ് നിറച്ചു ഭക്ഷണം കൊടുത്താൽ, ഒരാൾ നോമ്പ് മുറിക്കുന്ന സമയം വയറ് നിറച്ചു ഭക്ഷണം കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം നരകമോചനം മാത്രമല്ല, പാപമോചനം മാത്രമല്ല, അവൻ്റെ പാപം പുറത്തു കൊടുക്കൽ മാത്രമല്ല, മൂന്നാമതൊരു പ്രതിഫലം വയറ് നിറയുന്ന രീതിയിൽ ഒരാൾ ഭക്ഷണം കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം ഇന്നാ അഅതൈനാകൽ കൗസർ, ഹൗദുൽ കൗസർ എന്ന് പറയുന്ന പാനീയത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ. അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഹൗദുൽ കൗസറിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന് കുടിച്ചാ പിന്നെ അവൻ ഒരിക്കലും ദാഹമുണ്ടാകില്ല, ആരെങ്കിലും നോമ്പ് പിടിച്ച ഒരു മനുഷ്യന് വയറ് നിറച്ചു ഭക്ഷണം കൊടുത്താ അല്ലാഹു അവനെ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വയറ് നിറച്ച് ഭക്ഷണം കൊടുത്ത നരകമോചനം, പാപം പുറത്തു കൊടുക്കും. നബി തങ്ങളുടെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം അല്ലാഹു നിനക്ക് കോരിത്തരും. കുടിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നോമ്പ് തുറപ്പിക്കു സഹോദര. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്, എത്രയോ പാവങ്ങൾ നിൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് നീ തേടിയൊന്നും പോകണ്ട, നിൻ്റെ കുടുംബത്തിൽ തന്നെ ഇല്ലേ യതീമായ മക്കൾ. ഈത്തപ്പഴവും കഞ്ഞിയും വെച്ചിട്ട് കാത്തിരിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്, എത്രയോ പാവങ്ങളുണ്ട്. കൊടുക്കാനുണ്ടോ? സക്കാത്തും സദക്കയും കൊടുക്കേണ്ട മാസമല്ലേ റമളാൻ? സദക്ക കൊടുക്കേണ്ട മാസമല്ലേ റമളാൻ? അല്ലാഹു തന്നിരിക്കുന്ന സമ്പത്ത് പാവങ്ങൾക്ക് കൊടുക്കേണ്ട മാസം, സക്കാത്ത് കൊടുക്കേണ്ട മാസം. എത്ര പേരെ സക്കാത്ത് കൊടുക്കേണ്ട? പെണ്ണുങ്ങൾക്ക് സ്വർണ്ണം ഇട്ടിട്ടുണ്ടല്ലോ, എല്ലാത്തിൻ്റെ കയ്യിലും പൂത്ത സ്വർണ്ണമാണ്. എത്ര പവനുണ്ട് ഇപ്പം? എത്ര പവനുണ്ട് ശരീരത്ത്? അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? എല്ലാവർക്കും അലമാരിക്കകത്തും ലോക്കറി കൊണ്ടുവച്ചിരിക്കുക സ്വർണ്ണമൊക്കെ. കൊടുക്കാറുണ്ടോ? കഴിഞ്ഞ റമളാനിനാണെന്ന് തോന്നുന്നു പെണ്ണുങ്ങൾക്ക് കാഞ്ഞ ബുദ്ധിയാട്ടാ. ഒരു പെണ്ണ് എന്നോട് ചോദിക്കുക, ഉസ്താദെ എല്ലാവരും പറയുന്നു ധരിക്കുന്ന സ്വർണ്ണത്തിന് സക്കാത്ത് കൊടുക്കണ്ടെന്ന്. ഉണ്ടോ? ധരിക്കുന്ന സ്വർണ്ണത്തിന് സക്കാത്ത് കൊടുക്കണ്ടെന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എത്ര പവനുണ്ടെന്ന്? 101 പവനുണ്ടെന്ന്. കള്ളം പറഞ്ഞില്ല, സത്യമായിട്ടും 101 പവനുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, 101 പവന് നിങ്ങൾ ഇടുവോ? അത് ഞാൻ മാറി ഇടുമെന്ന്. അള്ളാനെ പൊട്ടനാക്കാനേ നോക്കിയേ. 101 പവനും അതാ ഇങ്ങനെ മാറി ഒരു മാലയിടും, കുറച്ച് നേരം അത് മാറ്റും, അടുത്ത മാലയിടും. അപ്പം 101 പവനും മാറി ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ ഇടുന്നുണ്ട്. അപ്പം സക്കാത്ത് കൊടുക്കണോ? വെച്ചോ എല്ലാം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സക്കാത്ത് കൊടുക്കാൻ പറയുമ്പോൾ, എടോ 10 ലക്ഷം രൂപ നിൻ്റെ കയ്യിലുണ്ട്. 10 ലക്ഷം രൂപ ഒരു കൊല്ലമായിട്ട് കഴിഞ്ഞ റമളാൻ മുതൽ ഈ റമളാൻ വരെ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിലെ 25,000 രൂപ പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. 9,75,000 രൂപ നിൻ്റെതും 25,000 പാവപ്പെട്ടവൻ്റെയാ. അത് നീ കൊടുത്തേ പറ്റൂ, നിർബന്ധമാണ് നിനക്ക്. ഇപ്പം അങ്ങനല്ല, കുറേ നോട്ട് കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പാവങ്ങൾ വരും 100, 500. അത് സക്കാത്തല്ല, അത് വേറെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സക്കാത്തും സദക്കയും എന്താണെന്ന് പഠിക്കണം. സക്കാത്ത് എന്ന് പറയുന്നത് സക്കാത്തിൻ്റെ പൈസ സക്കാത്തിൻ്റെ അർഹന് മാത്രമേ കൊടുക്കാൻ പറ്റൂ. സക്കാത്തിൻ്റെ അർഹനായ മനുഷ്യന് മാത്രമേ സക്കാത്ത് കൊടുക്കാവൂ. സദക്ക വേറെ. ഇപ്പം ഞാൻ
നിങ്ങൾ ആരെങ്കിലും സക്കാത്തിൻ്റെ പൈസ കൊണ്ട് എനിക്ക് തന്ന സക്കാത്ത് വിടുവോ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? നിങ്ങൾ ആരെങ്കിലും എനിക്ക് പൈസ കൊണ്ട് തന്നാൽ നിങ്ങളുടെ സക്കാത്ത് വിടുവോ? ഇല്ല. കാരണം ഞാൻ സക്കാത്തിന് അർഹനല്ല, എനിക്ക് തിന്നാനും ധരിക്കാനുമുണ്ട്. സിറാജിന് തിന്നാനും ധരിക്കാനുണ്ട്. അപ്പം സക്കാത്ത് വിടുവോ? വീടൂല. സക്കാത്തിൻ്റെ അവകാശികൾക്ക് സക്കാത്ത് കൊടുക്കണം. ഉസ്താദേ, അവന് കടമുണ്ട്, കുടുംബക്കാരനല്ലേ, വീടില്ല. വീടില്ലെങ്കിൽ സക്കാത്ത് കൊടുക്കണം. നിങ്ങളുടെ സക്കാത്ത് വീടണമെങ്കിൽ അതിൻ്റെ അവകാശിക്ക് കൊടുക്കണം. വീട്ടിൽ പിരിക്കാൻ വരുന്നവരിങ്ങനെ വാരിക്കൊടുത്ത സക്കാത്ത് വീടൂല. അതിന് മസ്തല നിങ്ങൾ പഠിക്കണം. സക്കാത്തിൻ്റെ അർഹന് വേണം സക്കാത്ത് കൊടുക്കാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരുത്തന് കടമുണ്ട്, അവന് 2 സെൻറ്റ് വിറ്റാൽ പോരെ കടം വിട്ടാൽ? 2 സെൻറ്റ് ഭൂമി വിറ്റാൽ കടം വിട്ടാലോ നീ കൊണ്ട് അവന് കൊടുക്കും. അങ്ങനെ സക്കാത്ത് കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ സക്കാത്ത് കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ 25,000 രൂപ കൊടുക്കണമില്ലേ? പടച്ചവനെ വേണ്ട, എൻ്റെ പൊന്നാര ചങ്ങാതി, ആ 25,000 കൊടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ബാക്കി 9,75,000 പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീ എന്താ വിചാരിച്ച് കൊടുക്കാൻ? 10 പവൻ സ്വർണം കഴിഞ്ഞ് പിന്നെ സ്വർണ്ണമുണ്ട്. ആ സ്വർണത്തിന് ചെറിയ ഗ്രാമല്ലേ ഉള്ളൂ, ഗ്രാമല്ലേ കൊടുക്കേണ്ടത്, പവനൊന്നും ഇല്ലല്ലോ. അത് കൊടുക്കാതെ നീ പിടിച്ചു വെക്കുമ്പോൾ ഈ സക്കാത്ത് കൊടുക്കാത്തവൻ സൂക്ഷിക്കണം. സക്കാത്ത് കൊടുക്കാത്തവൻ്റെ സമ്പാദ്യം 7 രീതിയിൽ നശിക്കുമെന്ന് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. ഈ സക്കാത്ത് കൊടുക്കാത്തവൻ്റെ സമ്പാദ്യം 7 രീതിയിൽ നശിച്ചു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ. ആ നശിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞുതരട്ടെ. വേണമെന്ന് ആഗ്രഹമുള്ളവരുന്ന് കൈപൊക്കിക്കേ. ചിലർ കൈപൊക്കിയില്ല. അപ്പം ഞാൻ പറയും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറങ്ങരുത്. ഈ സക്കാത്ത് കൊടുക്കാത്തവൻ വീടിനകത്ത് കിടന്ന് ഉറങ്ങരുത്. അവൻ്റെ സമാധാനം പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് ലൈവായി പോയില്ലേ? എവിടെ ക്ലിപ്പറങ്ങനെയെന്ന് അറിയത്തില്ല. അള്ളാഹ് അത് മറിച്ച് കണ്ട. ഞാൻ പണ്ട് പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 അവസരമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം 29 കേസുണ്ട് എനിക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കുമാർ. വഴുത് പറഞ്ഞിട്ട് ആകെ ഉള്ള നേട്ടം ഇപ്പം കേസുണ്ട്, അതേ ഉള്ളൂ. പെണ്ണുങ്ങളെ ഒന്നും പറയാൻ പാടില്ല എന്ന് നിങ്ങളൊന്നും പറയലിട്ടോ. അള്ളാഹ് പടച്ചവനൊക്കെ നിങ്ങളൊക്കെ ആരാ? പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 അവസരമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് കേസ് മൊത്തം. ഈ മുഴുവൻ കേസും കൊടുത്തത് നമ്മുടെ ആൾക്കാരാണ്. അതാ അല്ലാഹു അലം. പടച്ചവൻ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 7 രീതിയിൽ എന്തു ചെയ്യും? നശിച്ചു പോകും. കൂട്ടി വെച്ചോ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ. എല്ലാവരും ഒന്ന് നേരെ ഇരുന്ന്, നേരെ ഇരി. നല്ല കേട്ടോ. ഉറങ്ങുന്നവനെയൊക്കെ വിളിച്ചോണ്ടത്ത്. സക്കാത്ത് കൊടുക്കാത്ത താത്താമാരൊക്കെ കേട്ടോ. ഞാനല്ല പറഞ്ഞത്. മദീനത്ത് നബിതങ്ങളുടെ റൗള ഷരീഫിനകത്ത് കിടക്കുന്ന സ്വഹാബി സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. ആ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാ പറയുന്ന 7 രീതിയിൽ നീ ഉണ്ടാക്കി വെച്ചത് മുഴുവനും നശിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്തായാലും ബക്കറ്റ് എടുത്തതല്ലേ, എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈവച്ചേ. പോക്കറ്റിൽ കൈ പൈസ എടുക്കാൻ പറഞ്ഞില്ല. പോക്കറ്റിൽ കൈവെക്കടോ. അള്ളാഹുവെ ആരൊക്കെ കൈവച്ചോ ആ പോക്കറ്റ് നീ കാലിയാക്കല്ലേ പടച്ചവനെ. അള്ളാഹുവെ നീ കാലിയാക്കല്ലേ പടച്ചവനെ. ആ വെച്ച കൈ മരിക്കുവോളം ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ആരുടെയും 5 നയാ പൈസ പടച്ച റബ്ബിന് വേണ്ട. പിന്നെ ഈ പൈസ കൊടുത്താലുള്ള നേട്ടം നിനക്ക് നേട്ടം എന്താ? വരാനിരിക്കുന്ന വിപത്തുകളെ തൊട്ട് സദക്ക രക്ഷപ്പെടുത്തും. എന്തെല്ലാം വിപത്തുകളാണ് നിങ്ങൾക്കറിയോ? ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഈ പരിസരത്തൊരു സ്ഥലത്ത് വഴുതിന് വന്നു. അവിടെ ഒരു കുട്ടി, ഒരാൾ നോമ്പ് മുറിക്കുന്ന സമയം പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുക. അപ്പോൾ ഈ പൈനാപ്പിൾ ജ്യൂസിനകത്ത് പതയുണ്ടല്ലോ. ആ നോമ്പ് മുറിക്കുന്ന സമയത്ത് ഇങ്ങനെ വലിച്ചു കുടിച്ചപ്പോൾ ആ പത ലെൻസിൽ ലെൻസിൽ കയറി. പെട്ടെന്ന് സംസാരം പോയി, ബോധമില്ല, കൊണ്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ ഇഖ്റ ഹോസ്പിറ്റലിൽ സർജറി എന്തോ കഴിഞ്ഞ് കിടക്കുക. അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. ഒരു ജ്യൂസ് ഇത്രയേ ഉള്ളൂ. ഇന്നലെയാണെന്ന് തോന്നുന്നു മദീനത്ത് സൗദിയിൽ നോമ്പ് മുറിക്കാൻ വേണ്ടി പള്ളിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വന്നിട്ട് ഒരു വണ്ടി പാഞ്ഞു കയറിയത്. 21 പേര്. ഒരു മുസ്ലിമായ മലയാളിയായ സഹോദരൻ മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇതാണ് അപകടങ്ങൾ. ഈ സദക്ക കൊണ്ടുള്ള നേട്ടം. നീ റോഡിലൂടെ തിരിച്ചു പോകേണ്ടവരാ വീട്ടിലേക്ക്. ഒരപകടം, ഒരു ദുരന്തം സദക്ക തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എൻ്റെ പെങ്ങളെ, രോഗികളല്ലേ, ഉസ്താദേ ഏത് ഹോസ്പിറ്റലിൽ പോയി എന്തെല്ലാം മരുന്ന് കഴിച്ചു, മാറുന്നില്ല.
എന്നാൽ രോഗം മാറാനുള്ള ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ. ലക്ഷങ്ങളൊന്നും ചെലവഴിക്കണ്ട. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവർ സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബക്കറ്റ് കൊണ്ട് പോകണ ചങ്ങായിമാർ ഇത്തിരി സ്പീഡ് കുറച്ച് പോണേ. എന്നിട്ട് നോക്കിക്കേ, എടോ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി, അള്ളാഹു കാക്കുമാറാകട്ടെ. ആർക്ക് വേണമെങ്കിലും പറ്റാം, അള്ളാഹു കാക്കുമാറാകട്ടെ. പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു സീരിയസാ, സർജറി വേണം, ഭയങ്കര ബുദ്ധിമുട്ട്. ഉടനെ ഉസ്താദിൻ്റെ അടുത്ത് വന്നു, ഉസ്താദെ വാപ്പ ആശുപത്രിയില്ല, എന്നാൽ 2000 രൂപ വാപ്പ രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്യണേ. ഇപ്പം നിൻ്റെ അടുത്തൊക്കെ സ്വർണം ചോദിച്ചാൽ തരുമോ? ഇങ്ങനെ മുറുക്ക ഇടും, അങ്ങോട്ട് കയറ്റി ഫർദയൊക്കെ ഇട്ട് മറയ്ക്കും. എന്നാൽ നിൻ്റെ ശരീരത്തിൽ ഒരു മുഴ വന്നു. ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആണെന്ന് തോന്നുന്നുണ്ട്, ഒന്ന് ടെസ്റ്റിന് അയക്കാം. എന്നാ ഉസ്താദെ വള പള്ളിക്ക് മോതിരെന്ന ഇല്ലേ, എനിക്ക് രക്ഷപ്പെട്ടാൽ മതി. ഇതാ പറഞ്ഞത്, രോഗം വന്നാൽ സദഖ കൊടുത്തിട്ട് ചികിത്സിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ടൊരു ഉസ്താദിന് ഒരു സയ്യിദിന് വീട് വെക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. കയ്യിലുള്ളത് കൊടുക്ക്. അള്ളാഹുവേ, എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അണുക്കളുണ്ടെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണം, എന്നെ രക്ഷപ്പെടുത്തണം. നല്ല ഒരു നിയ്യത്തോടെ കൊടുക്ക്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ആരെല്ലാം ഈ സദഖ കൊടുക്കുന്നുണ്ടോ, ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അണുക്കളുണ്ടെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ റഹ്മാനെ. അല്ലാഹു നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ. അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് സക്കാത്ത് കൊടുക്ക്. സക്കാത്ത് കൊടുക്കാത്തവൻ്റെ പൈസ നഷ്ടപ്പെട്ടു പോകുന്ന 7 രീതിയിൽ ഒരു രീതി കേൾക്കുന്നുണ്ടോ? പറയട്ടെ, റെഡിയല്ലേ? നീ എല്ലാം കൂട്ടിവെച്ചോ. പാവപ്പെട്ടവനും കൊടുക്കരുത്, യതീമിനും കൊടുക്കരുത്, ഒന്നും കൊടുക്കരുത്. നീ എല്ലാം സൂക്ഷിച്ചു വെച്ചോ. നിനക്കത് മരുന്ന് വാങ്ങാൻ ഉപകാരപ്പെടുമെന്ന് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. അതെ, ഏതിനുപകാരപ്പെടും? അവസാനം കിഡ്നിയോ കരളോ പോയി, ക്യാൻസർ വന്നിട്ട് വീട് പോയി, സ്വർണം പോയി, പറമ്പ് പോയി, എല്ലാം പോയി. മരുന്ന് വാങ്ങി നീ കൂട്ടിവെച്ചത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്രദ കാക്കുമാറാകട്ടെ. അവസാനം വേണമെങ്കിൽ പള്ളിയുടെ മുമ്പിലും വരും, അള്ള കൊണ്ടുവരും. അത് പാവപ്പെട്ടവൻ്റെ അവകാശമാ, അല്ലാതെ നിൻ്റെ അല്ല. അത് പാവപ്പെട്ടവൻ്റെ അവകാശമാ, ഔദാര്യമല്ല ഒരുത്തൻ്റെയും. അത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. സക്കാത്തിൻ്റെ പൈസ അത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം, ഇങ്ങോട്ട് വിളിച്ചു കൊടുക്കേണ്ട കാര്യമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൊടുക്കാത്തവർ ഓർത്തു വെച്ചോ, നീ മരുന്ന് വാങ്ങി തീരും. നീ കൂട്ടിയത് മുഴുവനും, നീ സമ്പാദിച്ചു വെച്ചത് മുഴുവനും നീ മരുന്ന് വാങ്ങി തീർക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു നിന്നെ എത്തിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് ഉള്ള സമാധാനം പോയില്ലേ? ഒരെണ്ണം കേട്ടപ്പോൾ തന്നെ ഷോക്കായി. ഇനി അടുത്തത് വേണോ? വീട്ടിൽ സ്വർണം വെച്ചിട്ട് നടക്കുക. പള്ളിക്ക് ചോദിച്ചാൽ, പാവങ്ങൾക്ക് ചോദിച്ചാൽ ഒന്നുമില്ല. കള്ളം കയറി കൊണ്ടുപോയി. അപ്പോൾ പറയുന്നു 50 പവനും 5 ലക്ഷം ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ എവിടുന്ന് വന്നു? എൻ്റെ പെങ്ങളെ, നീ ഏത് ലോക്കറി കൊണ്ടുവച്ചാലും കള്ളം കൊണ്ടുപോകും. ആമീന. അള്ളാഹു കാക്കുമാറാകട്ടെ. നീ ഏത് ലോക്കറി കൊണ്ടുവച്ചാലും നിന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടു പോകും, അപഹരിച്ചു കൊണ്ടുപോകും. അല്ലെങ്കിൽ നിന്റെ വീട് തീ പിടിച്ച് കത്തും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതിന് അടുപ്പിൽ നിന്ന് തീ വേണമെന്നൊന്നുമില്ല, എവിടുന്നും കയറും തീ. സക്കാത്ത് കൊടുക്കാത്തവൻ്റെ സമ്പാദ്യം ഒന്നുകിൽ മോഷ്ടിക്കപ്പെടും, അല്ലെങ്കിൽ തീ കാരണം കത്തി നശിക്കും, അല്ലെങ്കിൽ ദുരന്തമുണ്ടായിട്ട് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. എത്രയോ വീടുകൾ ലൈവായിട്ട് ഒഴുകുന്നത് കണ്ടില്ലേ? ഭൂകമ്പമുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായിട്ട് എത്രയോ പേരുടെ വീട് നഷ്ടപ്പെട്ടില്ലേ? എന്തെല്ലാം സർവ്വതുമുണ്ടായിരുന്നത് മുഴുവനും തകർന്നു പോയില്ലേ? കൊട്ടാരങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയില്ലേ? ദുരന്തങ്ങൾ ഉണ്ടായിട്ട്. സക്കാത്ത് കൊടുക്കാത്തവൻ്റെ സമ്പാദ്യം ഒന്നുകിൽ മോഷ്ടിക്കപ്പെടും, ഏത് ലോക്കറി വെച്ചാലും കൊണ്ടുപോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. പോകുമ്പോൾ മൊത്തവും പോകും, കള്ളം കരണമൊന്നും കാണിക്കൂല, അടങ്കലോടെ കൊണ്ടുപോകും. അതിപ്പോൾ അരിപാത്രത്തിൽ വെച്ചാലും
ഏത് പാത്രത്തിൽ വെച്ചാലും കൊണ്ടുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വീടിന് തീ പിടിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുരന്തങ്ങൾ ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അടുത്തത് കൂടെ കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില വീട്ടിൽ ഇൻകം ടാക്സ് കയറും, ചിലയിടത്ത് ED കയറുന്നു, അത്രയേ ഉള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. ചിലയിടത്ത് കയറി കൊണ്ടുപോകുന്നില്ലേ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ, ഹദീസ് വേണോ? ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പറയാത്ത. വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ ഞാൻ ഹദീസ് വരെ നിങ്ങൾക്ക് ഇട്ടുതരാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ചുമ്മാതെ നിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറയാം നിങ്ങൾ വിചാരിച്ചോ? അല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നുകിൽ അത് ഗവൺമെൻറ് കൊണ്ടുപോകും. കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഓരോ വീടിൽ കയറുക, കൊണ്ടുപോകുക, ടാക്സ് പോയി, ലക്ഷങ്ങൾ അടിച്ചു വന്നു ഉസ്താദെ, എല്ലാം പോയി. എത്ര കാലം ലാഭം കിട്ടിയതാ? കൊടുത്തോ? നീ പാവങ്ങൾക്കും എല്ലാം കൊടുത്തോ? എടാ, ഒരു വിലയെങ്കിലും കുറച്ച് കൊടുക്കാറുണ്ടോ? അതുമില്ല. പോകും, അങ്ങനെ തന്നെ പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കേട്ടോ, അടുത്തതാണ് ഏറ്റവും വലിയ ശിക്ഷ. നീ ഇങ്ങനെ ആർക്കും കൊടുക്കാതെ കൂട്ടി വെക്കും. നീയെങ്കിലും തിന്നുമോ? എടാ, ചില പണക്കാരന്മാരൊരു നല്ല വസ്ത്രം പോലും ഇടാറില്ല, ഇല്ലേ? ചില ആൾക്കാർക്ക് കൂട്ടി വെക്കും, ഒരു നല്ല വസ്ത്രമില്ല. പാപ്പ ഒരു നല്ല വീടെങ്കിലും വെക്കത്തില്ല. പാപ്പ ഒരു സ്കൂട്ടിയെങ്കിലും ഇടും. ഒന്നുമില്ല. പിന്നെ ആർക്കാ പൈസ? ചിലർ കൂട്ടി വെക്കും, തിന്നത്തുമില്ല, ധരിക്കത്തുമില്ല. പാപ്പ നീ കൂട്ടി വെച്ചിട്ട് നിൽക്കുന്നത് കിട്ടാനാ? പാപ്പ അടുത്ത് ചോദിക്കുക, പാപ്പ ഒരു മട്ടൻ മന്തി എടുക്കട്ടെ. വേണ്ട ഉസ്താദ്, തിന്നാനൊന്നും പറ്റത്തില്ല, വയ്യ, രോഗിയാ. പിന്നെന്തിനാ നിനക്ക് പൈസ? പാപ്പ AC റൂമിൽ കിടക്കാവോ, തണുപ്പ് കൊള്ളാൻ പറ്റത്തില്ല പഠിച്ചനെ. എന്നാൽ വാപ്പ ഒന്ന് കൂട്ടി വരപ്പോഴേ അതും പറ്റത്തില്ല. വാപ്പ പിന്നെന്തിനാ നിനക്ക് പൈസ? എടാ, കൂട്ടി വെച്ചിരിക്കുന്ന നിനക്ക് തിന്നാനും വയ്യ, ധരിക്കാനും വയ്യ, കിടക്കാനും ഒന്നിനും കൊള്ളത്തില്ല, പിന്നെ എന്തിനാ പൈസ? അള്ളാഹു പറയുക, നബിതങ്ങൾ പറഞ്ഞു, അബൂബക്കർ തങ്ങൾ പറഞ്ഞു, നിന്നെ അള്ളാഹു പെട്ടെന്നങ്ങ് മരിപ്പിക്കും. നിന്നെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് തലതിരിഞ്ഞ മക്കളുടെ കയ്യിലേക്ക് ഈ കൂട്ടി വെച്ചത് മുഴുവനും കൊടുക്കും. അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ഒരു രൂപ പോലും അവൻ ചെലവഴിക്കില്ല. അവൻ ഗാനമേളയ്ക്ക് കൊടുക്കും, അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊടുക്കും. നീ ഉണ്ടാക്കിയത് മുഴുവനും അവർ നശിപ്പിച്ചു കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങൾ തന്നെ ചിന്തിക്ക്, അങ്ങനെ എത്രയോ വീടുകളുണ്ട്. വാപ്പ കൂട്ടി വെച്ചു, മക്കളിപ്പോൾ പള്ളിക്ക് കൊടുക്കുമോ? വാപ്പായ്ക്ക് സക്കാത്ത് കടം കൊടുക്കോ? പള്ളിക്ക് കൊടുക്കോ? യതീമിന് കൊടുക്കോ? ഒന്നുമില്ല. അതൊക്കെ വേറെ പല കാര്യങ്ങൾക്കും ഇങ്ങനെ കൊടുത്ത് ആ ഉണ്ടാക്കിയത് മുഴുവനും ഹറാമായ മാർഗത്തിൽ നശിപ്പിച്ചു കളയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഏറ്റവും നല്ലത് 10 ലക്ഷം ഉണ്ടെങ്കിൽ ആ 25,000 കൊടുത്താൽ ബാക്കി ലാഭമായില്ലേ? നിൻ്റെ കയ്യിൽ സ്വർണമുണ്ടെങ്കിൽ അള്ളാഹു ഒരുപാടൊന്നും കൊടുക്കാൻ പറഞ്ഞല്ലോ, ഗ്രാമല്ലേ പറഞ്ഞത്, ചെറിയ ഗ്രാമുകളല്ലേ പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ 2.5 ഗ്രാം അൽഹംദുലില്ലാ അത് കൊടുത്ത് നീ നിൻ്റെ സ്വർണം സേഫാക്ക്, നീ ശുദ്ധീകരിക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ അള്ളാഹു തന്നിരിക്കുന്ന സമ്പത്ത് വാരിക്കോരിക്കൊടു. റമളാൻ മാസത്തിൽ വാരിക്കോരി കൊടുക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആട്ടി ഓടിക്കരുത്. പാവപ്പെട്ടവന് വരുമ്പോൾ വല വീടിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഗേറ്റ് പോലും തുറക്കത്തില്ല. റമളാനിൽ യാചന നിരോധിച്ചിരിക്കുന്നു, ചില സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്നു. പടച്ചവനെന്ന് ആലോചിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം നമ്മൾ പറയുന്ന ഉസ്താദ്, എടോ കള്ളന്മാരും ഉണ്ട് നല്ലവരുമുണ്ട്, നല്ലവരുണ്ട്. എടോ നമ്മൾ ഈ പാപങ്ങൾ അങ്ങനെ വീടിൻ്റെ ഗേറ്റ് പോലും തുറക്കത്തില്ല. പലരും പറയുന്നത്, നാശം, ഉറങ്ങാനും പറ്റത്തില്ല, എപ്പോൾ നോക്കിയാലും പിരിവുകാർ അങ്ങനെ പറയുക. നമ്മളങ്ങനെ പറയുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാട്ടിലെ സമ്പന്നൻ ആരാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും ദരിദ്രൻ ആരാണെന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പാവപ്പെട്ടവനെ പരിചയപ്പെടണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബി തങ്ങൾ പറയുന്നു, നീ പാവപ്പെട്ടവനെ പരിചയപ്പെട്. പണക്കാരനെ പരിചയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? പാവപ്പെട്ടവന് വേണം പരിചയപ്പെടാൻ. എന്തേ കാരണം? എൻ്റെ പൊന്നാര ചങ്ങാതി, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ഈ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്ന നബി ആരാ? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. ഏത് നബി? ഉറക്കപ്പറ, ഏത് നബി? എന്തുകൊണ്ടാ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ നബി ആരായിരുന്നു? എന്നാൽ സ്വർഗം തുറക്കുന്ന നബി ആരാ? കമ്പില്ല പറഞ്ഞാൽ ആരാ? മഹാനായ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകൻ ഏറ്റവും പാവപ്പെട്ട പ്രവാചകനായിരുന്നു.
ഏറ്റവും പാവപ്പെട്ട പ്രവാചകന് അല്ലാഹുമ്മ ഹീനി മിസ്കീന വ അമിത്തിനി മിസ്കീന. നബിതങ്ങൾ ഒരു മാസം തൻ്റെ വീടിനകത്ത് തീ പുകഞ്ഞിട്ടില്ല. അത്രയ്ക്കും പാവപ്പെട്ടവനാ. ലോകത്തിലെ ഏറ്റവും വലിയ പാവപ്പെട്ടവൻ നബിതങ്ങളായിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന നബി സുലൈമാൻ നബി. എന്തുകൊണ്ട്? ഏറ്റവും കൂടുതൽ സമ്പന്നനായതുകൊണ്ട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുതൽ വഹ്ശി റളിയല്ലാഹു തആല അൻഹു വരെ ലക്ഷക്കണക്കിന് സഹാബികളുണ്ട് നബിതങ്ങൾക്ക്. ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ സമ്പത്തുണ്ടായിരുന്ന സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ കാലി കെട്ടാനുള്ള പൈസ പോലും ഇല്ല. അത്രയും വലിയ സമ്പന്നനായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ. ഒരിക്കൽ തൻ്റെ ലാഭം കൊണ്ടുവന്ന് ഇറക്കുക വലിയ ശബ്ദം. ആയിഷ ബീബി റളിയല്ലാഹു തആല ചോദിച്ചു, എന്താ ഒരു ശബ്ദം കേൾക്കുന്നത്? ഉമ്മാ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ കച്ചവടം കഴിഞ്ഞിട്ട് ലാഭവുമായിട്ട് കൊണ്ടുവന്നിറക്കുന്ന ശബ്ദവാ. ആയിഷ ബീബി പറഞ്ഞു, നബിതങ്ങൾ പറഞ്ഞത് സത്യവാ. നബിതങ്ങൾ പറഞ്ഞ സത്യവാ. ഒരാൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് എന്നിട്ട് പറഞ്ഞു, ആയിഷ ഉമ്മ ഇങ്ങനെ പറഞ്ഞെന്ന്. ഓടി വന്നു. എന്തേ ഉമ്മ നബിതങ്ങൾ എന്തേ പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്നത് നീയാണെന്ന്. ആ കൊണ്ടുവന്ന ലാഭം മുഴുവനും അള്ളാൻ്റെ ദീനിന് കൊടുത്തു. അത്രയ്ക്കും ചെയ്യുന്ന സഹാബി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പം പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കടന്ന് എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാ പണക്കാരൻ സ്വർഗത്തിൽ പോകുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ പാപങ്ങളെ പരിചയപ്പെട്ടാൽ എന്താ? നിൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു പാവപ്പെട്ടവൻ വന്നു. നിനക്കറിയുന്ന നിൻ്റെ നാട്ടുകാരനാ, അന്യസംസ്ഥാനക്കാരനല്ല. നിനക്കറിയുന്ന ഒരാൾ വീട്ടിൽ വന്നു. വാ ഹബീബേ വാ. ഗേറ്റിന് അവിടെ നിന്ന് വല്ലതും കൊടുത്ത് പറഞ്ഞു വിടല. വാ അൽഹംദുലില്ലാ, വാ ഇവിടെ കയറിയിരിക്കുക, ഇവിടെ കയറിയിരി. ഫാനൊക്കെ ഇട്ട് വെയിൽ കൊണ്ട് വന്നതല്ലേ, കയറിയിരിക്കുക. എന്താ ഹബീബ പ്രശ്നം? അദ്ദേഹത്തിൻ്റെ പ്രയാസം പറയുന്നു. നമ്മൾ സമാധാനത്തിൽ അത് കേൾക്കുന്നു. എല്ലാം കേട്ടിട്ട് പറയുന്നു, അൽഹംദുലില്ലാ, ദാ എൻ്റെ കയ്യിലുള്ളത് ഞാൻ തരാം, നീ വിഷമിക്കൊന്നും വേണ്ട, പടച്ചവൻ നിനക്കൊരു വഴി തുറന്നു തരും. നിൻ്റെ രോഗം അല്ലാഹു മാറ്റിത്തരും, നിൻ്റെ മകളുടെ നിക്കാഹ് അല്ലാഹു നടത്തിത്തരും, നിനക്ക് വീട് പടച്ചവൻ തരും, ഞാനും ദുആ ചെയ്യാം, നീയും ദുആ ചെയ്യ്, എൻ്റെ കയ്യിലുള്ളതിതാ. വീട്ടിൽ കയറ്റിയിരുത്തിയിട്ട് ആ മനുഷ്യനെ ആദരിച്ച് നീ പറഞ്ഞു വിട്ടാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ പരലോകത്ത് അള്ളാഹു ആ മനുഷ്യനോട് പറയും, നിന്നെ സഹായിച്ചവരെ നീ പോയി വിളിച്ചുകൊണ്ട് വരാൻ. വിളിച്ചുകൊണ്ട് വാ. ആരെ മറന്നാലും എല്ലാവരും വീടിൻ്റെ ഗേറ്റ് പോലും തുറക്കാതെ, അല്ലെങ്കിൽ ഗേറ്റിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് വല്ലതും കൊടുത്ത് ആട്ടി ഓടിച്ചപ്പോൾ വീടിനകത്ത് കയറ്റിയിരുത്തി സമാധാനത്തോടെ തൻ്റെ പ്രയാസം എന്തെന്ന് ചോദിച്ച് സദക്ക കൊടുത്ത് ദുആ ചെയ്ത് അള്ളാഹു സഹായിക്കുമെന്ന് പറഞ്ഞു വിട്ടവനെ ആ മനുഷ്യൻ മറക്കൂല. നാളെ പരലോകത്ത് വെച്ച് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത അള്ളാഹു ആ മനുഷ്യന് കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. അതാണ് പാവപ്പെട്ടവൻ. പണക്കാരൻ വിചാരിക്കേണ്ടത് അല്ല വാരിക്കോരി തന്നത് തഴമ്പ് കണ്ടിട്ടല്ല. നിന്റെ നിസ്കാര തഴമ്പോ താടിയുടെ നീളമോ ഈമാൻ്റെ പ്രകാശം കണ്ടിട്ട് തന്നതല്ല മോനെ. നിന്നെ പരീക്ഷിക്കാനാ അല്ല നിനക്ക് സമ്പത്ത് തന്നിരിക്കുന്നത്, അല്ലാതെ സ്വർഗം തരാനൊന്നുമല്ല. നിന്നെ അള്ളാഹു പരീക്ഷിക്കും. സമ്പത്തുള്ളവൻ്റെ മുമ്പിൽ പാവപ്പെട്ടവനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അള്ളാഹു നിന്നെ പരീക്ഷിക്കും. അതുകൊണ്ടാണ് വീട്ടിലേക്ക് ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ എഴുന്നേറ്റ് നിന്ന് മർഹബ, എനിക്ക് സ്വർഗം വാങ്ങിച്ചു തരാൻ വരുന്നവനെ വായെന്ന് പറഞ്ഞ് സ്വീകരിക്കുമായിരുന്നു മുൻകാമികൾ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ ഒരാൾ പാവപ്പെട്ടവൻ വീട്ടിലേക്ക് പിരിവിന് വന്നാൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, എനിക്ക് സ്വർഗം വാങ്ങിച്ചു തരാൻ വന്നവനെ വായെന്ന് പറഞ്ഞ് സ്വീകരിക്കും. ഇന്ന് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുക, കയറാതിരിക്കാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പാവങ്ങളെ മറന്നു പോകരുത്, യതീമീങ്ങളെ മറന്നു പോകരുത്, വിശക്കുന്നവനെ മറന്നു പോകരുത്. ഒരു നേരത്തെ അന്നം കൊടുക്കാൻ തയ്യാറായാൽ അള്ളാഹു തരുന്ന പ്രതിഫലം പറഞ്ഞുകൊണ്ട് നമുക്ക് പിരിയാ. പെങ്ങളെ, അള്ളാഹുവേ, നിങ്ങൾ ആരെങ്കിലും സഹായിച്ചാൽ അൽഹംദുലില്ലാഹ്, റമളാൻ മാസമാണ്, ഒരിക്കലും നഷ്ടമാകില്ല. അള്ളാഹു തരുന്ന
പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ, അള്ളാഹു തരുന്ന പ്രതിഫലം പറഞ്ഞു തരാ. നിങ്ങൾ ആരെങ്കിലും സഹായിച്ചാ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം ദുനിയാവില് 3 എണ്ണമാണ്. ദുനിയാവില് 3 എണ്ണമാണ്, ബാക്കി ആഖിറത്തിലാണ്. 5 പ്രതിഫലം പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. പെങ്ങളെ, വഅദകൾക്കാ മന്ദിരിക്കുന്ന പെങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മുഖത്തെല്ലാവരും ചിരിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ മുഖത്ത് ചിരിയണ്ട പെങ്ങള്. എങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ധരിക്കാൻ വസ്ത്രമുണ്ട്, സ്വർണമുണ്ട്, കാറുണ്ട്, വീടുണ്ട്, തിന്നാനുണ്ട്, ആവശ്യത്തിന് പണമുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. അള്ളാഹു നിങ്ങൾക്കെല്ലാം വാരിക്കോരി തന്നിട്ടുണ്ട്. ഇരിക്കുന്ന ആണുങ്ങൾക്ക് വീടില്ലേ, കാറില്ലേ, ധരിക്കാനില്ലേ, മക്കളില്ലേ, എല്ലാം അള്ളാഹ് തന്നില്ലേ? പക്ഷേ എന്തേ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? ഈ പെണ്ണുങ്ങളോട് ചോദിച്ചാൽ പറയും, അള്ളാഹു എല്ലാം എനിക്ക് തന്നു ഉസ്താദേ, പിന്നെ എന്തേ ഇത്താ നിനക്കൊരു വിഷമം? കെട്ടിയ ഭർത്താവ് മാത്രം നേരെയായി പോയില്ല ഉസ്താദേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. ചുമ്മാ അഭിനയിക്കുന്ന സീരിയലിലെ നടിമാരെ കണ്ട് താത്താമാരൊക്കെ അഭിനയിക്കാൻ തുടങ്ങി. കാണുമ്പോൾ ചിരിയും കളിയൊക്കെ ഉണ്ട്, പക്ഷെ ഭർത്താവ് എങ്ങനെ കൊള്ളാവോ? അല്ലാവല്ലോ. ഇരിക്കുന്ന കാക്കാന്മാരൊക്കെ സ്റ്റേജിലും പുറത്തും ഇരിക്കുന്നു, നാട്ടുകാരുടെ മുമ്പിൽ നല്ല ഡ്രസ്സ് വിട്ട് നെളിഞ്ഞു കിടക്കുന്നു. വീട്ടിൽ പോയാലോ, അല്ലാഹുവേ പടച്ചനെ നീ കാക്കണേ പടച്ചവനെ. ആമീൻ പറ. വീട്ടിൽ പോയാ ഭാര്യ, ഓ പടച്ചറപ്പേ, എന്താടാ വീട്ടിൽ പോകുന്നില്ലേ, കുറച്ചുകൂടെ കഴിയട്ടെന്ന്. പോണില്ലേ കാക്ക, വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ഭാര്യ ഉണ്ട്. ആ വായിന്ന് വീഴുന്നല്ലേ, എൻ്റെ പെണ്ണുപിള്ള കുഴപ്പമൊന്നുമില്ല ഉസ്താദ്, നിസ്കരിക്കും, നോമ്പ് പിടിക്കും, സദക്ക കൊടുക്കും, എല്ലാം നല്ല കാര്യവും ചെയ്യും. നാവിന് ഇത്തിരി നീളം കൂടുതലാന്നേ ഉള്ളൂ. അള്ളാഹു കാക്കമാറാകട്ടെ. ആമീൻ പറ. ഇതാ കേസെടുത്തേക്കുന്ന അവസ്ഥ വരുന്നതാ. നമ്മൾ പറയാറില്ലേ, എല്ലാം അള്ളാഹ് തന്നടോ, പക്ഷെ സമാധാനമില്ല, സന്തോഷമില്ല. കാരണം എന്തേ? കെട്ടിയ പെണ്ണും നല്ലതല്ല, കെട്ടിയ ഭർത്താവും നല്ലതല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇനി ഭർത്താവും ഭാര്യയും നല്ലവരാ, എന്നാ മക്കളോ അവൻ്റെ വാപ്പയാന്ന് പറഞ്ഞാൽ നാണക്കേടാ. മക്കളുടെ കാര്യം വളരെ പരിതാപകരം. മാതാപിതാക്കൾ നല്ലവരാ, പക്ഷെ മക്കളില്ല. മക്കൾ അള്ളാഹുവിന് ഭയമില്ലാത്തവർ, ചീത്ത വിളിക്കുന്നവർ, കഞ്ചാവടിക്കുന്നവർ. ഞാൻ മക്കത്ത് പോയപ്പോൾ ഒരു വാപ്പ മഖാം ഇബ്രാഹിമിൻ്റെ മുമ്പിൽ സുജൂദിൽ കിടന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യുകയാ, എൻ്റെ മോൻ്റെ കള്ളുകുടി മാറ്റണേ അല്ലാഹ്. ഒരു പ്രായം ചെന്ന പിതാവിൻ്റെ കരച്ചിൽ എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കള്ളൊന്നും ആരും കുടിക്കുന്നില്ല. കുടിക്കുന്നുണ്ടോ? കള്ളും ബിയറും ഒന്നും ആരും അടിക്കുന്നില്ല, കഞ്ചാവ് അടിക്കുന്നില്ല. കള്ളൊക്കെ ആർക്കാ? അപ്പം അത് പാവങ്ങൾക്ക്. ഇപ്പം കഞ്ചാവും മയക്കുമരുന്നുമല്ലേ അടിക്കുന്നത്. അള്ളാഹു അറിയത്തു പോലും ഇല്ലടോ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ കുട്ടികൾ എവിടെ എത്തിയെന്നറിയോ? പള്ളികളിൽ വന്നിരുന്ന് പോലും കള്ളു കുടിക്കുന്ന അവസ്ഥയിലേക്ക്, പള്ളിയുടെ പരിസരങ്ങളിൽ പോലും ഇരുന്ന് കള്ളു കുടിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ മാറി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം മക്കൾ കാരണം കണ്ണുനീര് കുടിക്കുന്നവരില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ള ജീവിതം കച്ചവടം മുഴുവനും പോയി ഉസ്താദേ രക്ഷപ്പെടുന്നില്ല. ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല. പടച്ചവനെ വല്ലാതെ കണ്ണുനീര് കുടിക്കുന്നവരുണ്ട്. അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദക്ക കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയാം. സദക്ക കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഖുർആനാ പറയുന്നത്, ഞാനല്ല. അള്ളാഹിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ വിശ്വാസമുള്ളവരാണല്ലോ. ആ ഖുർആൻ പറയുന്നു അള്ളാഹു തരുന്ന പ്രതിഫലം. നിങ്ങൾ സദക്ക കൊടുത്താൽ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, അള്ളാഹു നിനക്ക് സമാധാനമുള്ള ജീവിതം തരും, നിനക്ക് ജോലി തരും, നിനക്ക് സ്വാലിഹത്തായ ഭാര്യയെ തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നിർത്താറായോ ഉസ്താദേ? നിർത്താറായോ? മടുക്കുന്നെങ്കിൽ പറ മനുഷ്യന്മാരെ. അപ്പോൾ തെളിവ് കേട്ടോ. ഞാൻ തെളിവ് സഹിതം പറഞ്ഞുതരാം. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബിയുടെ ചരിത്രം നോക്കിക്കേ. ഒരാളെ ഒറ്റയടി അടിച്ച് തീർന്നു. ഒറ്റയടിക്ക് ഒരാളെ കൊന്നളഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മൂസാ, ഫിറഔനിൻ്റെ അനുയായികൾ വരുന്നുണ്ട്, വേണമെങ്കിൽ രക്ഷപ്പെട്ടോളാം, നീയാ കൊന്നേന്നറിഞ്ഞെന്ന്.